ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കാത് കുത്തിയിട്ട് പണി കിട്ടിയിരിക്കുന്നവരായിട്ടുണ്ടാവുമല്ലോ അല്ലേ. കാത് കുത്തിയിട്ട് അതിൻ്റെ വേദന സഹിക്കാൻ വയ്യാതായിട്ട് കാതിൻ്റെ സ്റ്റഡ് നമ്മൾ ഊരുകയും പഴുത്തിട്ട് നമുക്കത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലാവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് ഒഴിവാക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടാവുമല്ലേ. എനിക്കും അതുപോലൊരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുള്ള ഒരു നല്ല സൊല്യൂഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് കാതിങ്ങനെ ചെറിയ കുട്ടികളാണെങ്കിലും വലിയവരൊക്കെ ഇതേപോലെ കാത് കുത്തിയിട്ട് ഇതുപോലത്തെ ഒക്കെ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ചുവന്ന് വരാനും പിന്നെ അതിൻ്റെ നീരും ബാക്കി അതിൻ്റെ ബ്ലഡൊക്കെ പുറത്തോട്ട് വന്നിട്ട് പുറ്റിൻ പോലെയൊക്കെ പുറത്ത് വന്ന് അടിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവില്ലേ. ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ അധികം ഇൻഫെക്ഷൻ ഉണ്ടാവാറില്ല. പക്ഷെ നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള കാരണം ഒന്നാമത്തത് നമ്മുടെ മുടിയിഴകളൊക്കെ അതിലിങ്ങനെ കുടുങ്ങി നമ്മൾ എപ്പോഴും ഇതിങ്ങനെ തൊട്ട് നോക്കും. ഒരു വേദനയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ വൃത്തിയില്ലാത്ത കൈ കൊണ്ടൊക്കെ തൊടുമ്പോഴാണ് അതിന് നന്നായി ഇൻഫെക്ഷൻ വരുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് ചെയ്തു നോക്കും, അതായത് ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ടൊക്കെ ചെയ്തു നോക്കും. പക്ഷേ അതിലൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ലാസ്റ്റ് നമുക്ക് ഈ സൊല്യൂഷൻ തന്നെ കഴിയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഈ സൊല്യൂഷൻ. ഇത് ഫിസിറ്റിക് ആസിഡ് എന്നുള്ള ക്രീമാണ് കേട്ടോ. ഈ ഒരു ക്രീമിന് റേറ്റ് വന്നിട്ട് 60 രൂപയോ 70 രൂപ അങ്ങനെ എന്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 പ്രാവശ്യം മാത്രം നമ്മളിത് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും. കാരണം നല്ല എഫക്റ്റീവാണ് കേട്ടോ ഇത്. നല്ല എഫക്റ്റീവാണ്. അതിന് ശേഷവും ഞാൻ കാത് കുത്തി എന്നിട്ട് ഇത് വെച്ച് അപ്ലൈ ചെയ്തപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾ ഇതൊന്ന് കാത് കുത്തി നമ്മൾ എങ്ങനെ മുടിയിഴകളൊന്നും തട്ടാതെയോ കൈ തട്ടാതൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാലൊക്കെ വീണ്ടും നമുക്കതൊരു ഇൻഫെക്ഷൻ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെവിയിൽ അങ്ങനെ സ്റ്റഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് ഭയങ്കര അലങ്കാരത്തോടു കൂടിയും ഇതിൽ നമ്മൾ കണ്ണാടിയിൽ പോയി നോക്കലും അതിങ്ങനെ തൊട്ട് നോക്കലും ഒഴിഞ്ഞു നോക്കലൊക്കെ ആയിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ കയ്യിലുണ്ടാകുന്ന ചെറിയ ചെറിയ ബാക്ടീരിയാസും ഫംഗസൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഈ ഇൻഫെക്ഷൻ വരുന്നത്. അത് നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ കാത് നരമ്പിലേക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റഡ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ എങ്ങനെ കമ്മൽ മാറ്റിയിട്ട് നോക്കിയാലും നമുക്ക് നല്ല വേദന ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണേ. നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്